CPI കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി മന്ത്രിമാർക്ക് വിമർശനം. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് സമ്പൂർണ്ണ പരാജയം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൃഷി വകുപ്പിനാകുന്നില്ല. റവന്യൂ വകുപ്പ് സാധാരണക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, CPI ജില്ലാ സമ്മേളനത്തിൽ എന്തൊക്കെ വിമർശനങ്ങൾ? ഉന്മേഷ 2 ദിവസമായി ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ മലയോര മേഖലയിലാണ് CPIയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇന്നിപ്പോൾ ജില്ലാ പ്രവർത്തക റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. റിപ്പോർട്ടിൽ അടക്കം വ്യാപകമായ വിമർശനങ്ങളുണ്ടായിരുന്നു. മന്ത്രി GR അനിൽ വേദിയിലിരിക്കുമ്പോഴായിരുന്നു ഈ വിമർശനം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. കാര്യക്ഷമമായി മന്ത്രിമാർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. 4 മന്ത്രിമാരാണ് CPIക്ക് സർക്കാരിലുള്ളത്. അതിൽ 3 മന്ത്രിമാർക്കെതിരെയും പ്രധാനമായും വിമർശനം ഉയർന്നിരിക്കുന്നു. കൃഷി, റവന്യൂ, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് മന്ത്രിമാർക്കെതിരെയാണ് നിലവിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങളോട് അടുത്തു നിൽക്കേണ്ട വകുപ്പുകളിൽ അത് മന്ത്രിമാർ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൃഷി വകുപ്പിന് കഴിയുന്നില്ല. പ്രധാനമായും ഈ താങ്ങുവില സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ് താങ്ങുവില നൽകാത്തതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെങ്കിൽ അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് മന്ത്രിക്ക് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് സമ്മേളനത്തിൽ ഉന്നയിച്ചത്. റവന്യൂ വകുപ്പ് അത് സാധാരണക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. റവന്യൂ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ ഭൂമി വിതരണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും കൃത്യമായ ഭൂമി വിതരണം നടക്കുന്നില്ല എന്നാണ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാവുന്നില്ല എന്ന് ഇന്നത്തെ സമ്മേളന പ്രതിനിധികളെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സമ്മേളന പ്രതിനിധികളിൽ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് യുവാക്കളും വനിതകളും ഉള്ളത്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ പ്രായമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന ആരോപണം വന്നിരിക്കുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിനെതിരെയാണ് രൂക്ഷമായ വിമർശനം വന്നത്. പ്രധാനമായും വെളിച്ചെണ്ണയ്ക്കുൾപ്പെടെ വില വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്ക് സാധനം നൽകുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ടോ മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ 3 മന്ത്രിമാർക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങളോട് അടുത്ത് നിൽക്കേണ്ട മന്ത്രിമാർ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇപ്പോൾ CPIയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് കാസർഗോഡ് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.